ഇത് CPM തന്നെയാണോ? വിദേശ കുത്തകളടക്കമുള്ള വ്യവസായികളിൽ നിന്ന് നിക്ഷേപം സ്വീകരിക്കാൻ പച്ച പരവതാനിയുമായി നടക്കുകയാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയും വ്യവസായ മന്ത്രിയും. കേരളത്തിലേക്ക് ഒഴുകുമെന്ന് പറയുന്ന കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപത്തെക്കുറിച്ചാണ് ഇവർ പറയുന്നത്. എല്ലാ വ്യവസായവും സർക്കാർ മേഖലയിലാക്കണമെന്ന് വാദിച്ചവരും അതിനായി ആക്രമണം നടത്തിയവരുമാണ് കേരളത്തിലെ CPM. കേരളത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള വ്യവസായം നടത്താൻ വന്നവരെയൊക്കെ ഓടിച്ച ചരിത്രമാണ് CPMന് പറയാനുള്ളത്. ആ വ്യവസായികളൊക്കെ കേരളത്തിന് പുറത്തുപോയി രക്ഷപ്പെടുകയും ചെയ്തു. ഒടുവിൽ കേരളം തൊഴിലില്ലായ്മയിൽ മുന്നിലെത്തി. എല്ലാം പുറത്തുനിന്ന് ഇറക്കുമതി ചെയ്ത് നമ്മൾ വിദേശത്ത് പോയി മാടിനെപ്പോലെ പണിയെടുത്ത പ്രവാസി അയക്കുന്ന പണത്തിൻ്റെ പവറിൽ ചെളി പുരളാത്ത ഷർട്ടുമായി നടന്നു. എല്ലാം തകർക്കലായിരുന്നു നമ്മുടെ നയം. വളർന്നു വരുന്ന തൊഴിൽശാലകൾക്ക് മുമ്പിൽ കൊടികുത്തലായിരുന്നു കേരളത്തിൽ ഇതുവരെ CPM നടത്തിയ വ്യവസായം. ലോകബാങ്ക് സഹായം പോലും വാങ്ങാൻ പാടില്ലെന്ന് പറഞ്ഞവർ, കരിയോയിലും കല്ലേറുമായി നടന്നവർ അതൊക്കെ മാറ്റിപ്പറഞ്ഞിപ്പോൾ വികസനത്തിൻ്റെ വക്താക്കളാകുന്നു. CPM തെറ്റുതിരുത്തുകയാണോ? തെറ്റുതിരുത്തലായാലും പശ്ചാത്താപമായാലും CPMന് ബോധം തെളിയാൻ കാലതാമസമുണ്ടായി എന്നതാണ് യാഥാർത്ഥ്യം. ഇതിനിടയിൽ കേരളത്തിന് നഷ്ടപ്പെട്ടത് കാർഷിക വ്യാവസായിക മേഖലകൾ ഉണ്ടാക്കാമായിരുന്ന വികസനവും.